പാലക്കാട് ധോണിയിൽ പുലിയിറങ്ങിയെന്ന് സംശയം. മൂലപ്പാടത്ത് പുലിയെ കണ്ടെന്ന് നാട്ടുകാർ. പശുവിനെ ആക്രമിച്ചു കൊന്നു. വിവരമറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ധോണിയിൽ നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ധോണി മൂലപ്പാടത്ത് നിന്ന് പുലർച്ചെയാണ് പുലിയുടെ ആക്രമണത്തിൽ ഒരു പശുവിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മൂലപ്പാടത്തെ ഷംസുദ്ദീൻ്റെ വീട്ടിലെ പശുവിനെയാണ് ആക്രമിച്ചത്. വീട്ടിൽ നിന്ന് ഏതാണ്ട് അല്പം ദൂരെയുള്ള ഒരു അരുവിയോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് ഈ ജഡം ഉപേക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും ഷംസുദ്ദീൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇത് നിങ്ങൾ ഈ പുലിയെ കണ്ടിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ട്. ഇതിന് മുൻപും ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ഒരു മാസം മുൻപ് നമ്മുടെ വീട്ടിൽ വന്ന് പട്ടിയെ പിടിച്ചിട്ട് പോയി പുലി. എന്നിട്ട് ഇതേമാതിരി ഞങ്ങൾ RRTയെ വിളിച്ച് അറിയിച്ചു. അവർ വന്ന് നോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞു. കൂട് വെച്ചത് 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അന്ന് ഈ കൂട് ഇവർ അനാസ്ഥ കാണിക്കാതെ ഇവിടെ തന്നെ കൊണ്ട് വെച്ചാണെങ്കിലൊന്നും ഇത് സംഭവിക്കില്ലായിരുന്നു. രാവിലെ എണിച്ചിട്ട് 6 മണിയായി കഴിഞ്ഞപ്പോൾ പശുക്കുട്ടിനെ കാണാണ്ടായപ്പോൾ ഞങ്ങൾ തിരഞ്ഞു വന്ന് നോക്കിയപ്പോഴാണ്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ വലിച്ചിട്ട് വന്ന ട്രാക്ക് കണ്ടു. ട്രാക്ക് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഇട്ടിട്ട് പുലി തിന്നുകൊണ്ടിരിക്കണം. ഒരു 6:10 സമയം. ഇവിടെ ആനയും ഇറങ്ങണ സ്ഥലം തന്നെയാണ്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ പുലിൻ്റെ ഒരു സാന്നിധ്യം. അതെ അതെ. എങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രായമൊത്ത ഒരു പുലിയാണോ? എന്തെങ്കിലും കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? വലിപ്പമുണ്ട് അത്യാവശ്യം. നല്ല നമ്മൾ ഈ കാഴ്ച ബംഗ്ലാവിലൊക്കെ പോയി കണ്ടിട്ടില്ലേ, അന്നേരം തന്നെ നല്ല വലിപ്പമുള്ള പുലിയാണ്. വീട്ടിൽ നിന്ന് വളരെയധികം അത്യാവശ്യം എനിക്ക് തോന്നുന്നു 500 മീറ്ററിന് മുകളിൽ എന്തായാലും ഉണ്ടാവും ഇങ്ങോട്ട് അല്ലേ? ഇത്രയും ദൂരം വലിച്ചഴിച്ചിട്ടാണ്. അതെ അതെ അതെ. അവിടെ നിന്ന് പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവന്നാണ്. നമ്മൾ ഈ ട്രാക്ക് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു വന്ന ട്രാക്ക് ഉണ്ട്. അത് ട്രാക്ക് ചെയ്ത് വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ വന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് പുലിയുടെ ആക്രമണം തന്നെയാണ് എന്നുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപ് ഇവിടെ വന്ന് മടങ്ങിപ്പോയതാണ്. അവർ പറയുന്നതും ഇത്തരത്തിൽ ഇത് പുലി തന്നെയാണ്, പുലിയുടെ ആക്രമണം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരും പറയുന്നത്. ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള വിനയ് നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഒരു ധോണിയിലെ ഈ എന്താ പറയുക, വന്യമൃഗശല്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആന, പുലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇതിനൊരു അറുതിയില്ലാത്തത്? കേരളത്തിലൊട്ടാകെ ഇപ്പോൾ നിരന്തരമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നേരത്തെ തന്നെ ഇപ്പോൾ ധോണിയിൽ സവിശേഷമായിട്ട് ഈ മുണ്ടൂരും പുതുപ്പുര ഭാഗത്തേത്രയും മലമ്പുഴയിലുമെല്ലാം വാളയാറ് വരെയും ഒരു വലിയ രീതിയിലുള്ള വന്യജീവി ശല്യമാണ് ഉള്ളത്. അതിൽ തന്നെ ഇതിപ്പോൾ വളരെ നരഭോജിയാണ് ഇതെല്ലാം എന്നുള്ളതാണ് അതിൻ്റെ അപകടം. അപ്പോൾ നമ്മൾ കുടുംബമായിട്ട് താമസിക്കുന്നു, കുട്ടികളുണ്ട്. രാവിലെ പാല് കറന്ന് അഴിച്ചുവിടുന്ന ഉരുവിനെയാണ് പിന്നീട് പാല് കൊടുത്ത് വരുമ്പോൾ കാണാതാകുന്നത്. അപ്പോഴാണ് അന്വേഷിച്ചിട്ട് വരുമ്പോഴാണ് ഇത്തരത്തിൽ ഇത് ആക്രമിക്കപ്പെട്ടതായി കാണുന്നത്, ഈ ജനം കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മാസങ്ങൾക്ക് മുമ്പാണ് ഇതിനെല്ലാം സംരക്ഷണത്തിനും കൂടി വേണ്ടിയിട്ടുണ്ടായിരുന്ന വളർത്തുനായ ആക്രമിക്കപ്പെട്ടു ഇതേപോലെ അപകടത്തിലായത്. അന്നും കൃത്യമായിട്ട് നമ്മൾ പോയിട്ട് ആവശ്യപ്പെട്ടതാണ് ഇതിനെ പിടിക്കാനുള്ള കൂട് കൃത്യമായിട്ട് ഇരയെല്ലാം വെച്ച് വേണമെന്ന്. ആ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിൻ്റെ ഒരു കൃത്യമായിട്ട് സാങ്കേതികത്വത്തിൽ ചുവപ്പ് നാടയിൽ കുടുങ്ങിയിട്ട് ഈ കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് ജീവികളുടെ മാത്രമല്ല മനുഷ്യൻ്റെ ആണെങ്കിലും ജീവൻ അപകടം വരുത്തുന്നു എന്നുള്ളതാണ് ഇതിനെല്ലാം കാരണമാണ്. ഇതിന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൃഷിക്കാരന് ഉടനടി കൊടുക്കാനുള്ളൊരു സംവിധാനം അടിയന്തരമായിട്ട് ചെയ്തിരിക്കണം. ശാശ്വതമായിട്ടുള്ള പരിഹാരം തന്നെയാണ് വേണ്ടത്. വനം വകുപ്പിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും അവരുടെ വനത്തിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അവർക്ക് വേണ്ടുന്ന മൂടിക്കും സൗകര്യങ്ങൾക്കും ചിലവഴിക്കാൻ പണമുണ്ടെന്നിരിക്കെ വന്യമൃഗങ്ങളെ അതിനകത്ത് സംരക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകേണ്ടി വരും ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ഇപ്പോൾ വളർത്തുമൃഗങ്ങളുടെ മാത്രം കാര്യമല്ല, ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, രാവിലെ പാല് വിൽക്കാനും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ജീവൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമെന്നുള്ള ആവശ്യമാണ് ധോണി നിവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.